190 കൊടുക്കാം. 18 വണ്ടി. 1,90,000 രൂപ. 2018 190. എല്ലായിടത്തും 2.5, 260, 270 ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് 190 കൊടുക്കാം. 8 എംഹോക്ക് വണ്ടി. എംഹോക്ക് ആണോ? എംഹോക്ക്. സ്വിഫ്റ്റ് ഡിസയർ 2014 BDI സിംഗിൾ ഓണർ. 2020 പകുതിയിലുള്ള വണ്ടി ഓട്ടോമാറ്റിക് ആണ്. 2029 വരെ പേപ്പറുള്ള ടാറ്റ ഇൻഡിഗോ 16 ഫോർഡ് ഫിഗോ 2016 വെറും 50,000 കിലോമീറ്റർ ഓടിയ 2016-17 ഒമിനി 16 മോഡൽ 17 കിഡ് മാനുവൽ വണ്ടി 2016 33,000 കിലോമീറ്റർ. സ്വിഫ്റ്റ് ഡിസയർ 2014 BDI സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇത് വന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ പാട്ടാണ് സലീമേട്ടോടൊത്ത്. നമ്മൾ അത്യാവശ്യം നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പം വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടികളുടെ എണ്ണം കൂടുതലാണ്. നമ്മൾ രണ്ട് പാർട്ടായിട്ട് ബാക്കിയെല്ലാം കാര്യങ്ങൾ പറഞ്ഞവരാണ്. സലീമേട്ടൻ വണ്ടിയൊക്കെ വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടിയും വിശ്വസിച്ചെടുക്കാം അല്ലേ? എല്ലാ വീഡിയോകളും കാണുന്നവരല്ലേ, അപ്പോൾ ഇവിടുത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടിയൊന്നും വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, സലീമേട്ടൻ ഒരു വണ്ടി പെയിന്റ് ചെയ്യുന്ന ആളിനെ നോക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും കാർ പെയിന്റ് അറിയുന്നുണ്ടെങ്കിൽ ഒരു പെയിന്റർ നമുക്ക് വേണമായിരുന്നു. നിങ്ങളുടെ പരിചയത്തിലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ ബന്ധപ്പെടാൻ പറയുക. എൻ്റെ നമ്പർ കൊടുക്കുക. ഈ ഭാഗത്തുള്ള ആൾക്കാരല്ലേ? ഈ ഭാഗത്തുള്ളതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. സ്ഥിരം ചെയ്യാൻ പറ്റിയ ഒരാളെ വേണം. അപ്പോൾ അദ്ദേഹം നോക്കുന്നുണ്ട്, അതും കൂടി നോക്കുക. അതും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ വേണ്ടി തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലം, നമ്മുടെ സർവീസ് റോഡിലാണ്. ഇപ്പം കൊല്ലത്ത് നിന്ന് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് പറയാൻ? കൊല്ലത്ത് നിന്ന് വരുമ്പോൾ തട്ടുപാലം, ആറ്റിങ്ങൽ നിന്ന് വരുമ്പോൾ കല്ലമ്പലം കഴിഞ്ഞ് തട്ടുപാലം. ഓക്കെ, നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ ഇൻഡിഗോ 2029 വരെ പേപ്പറുള്ള ടാറ്റ ഇൻഡിഗോ TDI അല്ലേ ഏട്ടാ? TDI വണ്ടി. ഓക്കെ, നല്ല വണ്ടി, ഓടിക്കാനൊന്നും കുഴപ്പമില്ല. ചെറിയൊരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം ചെയ്യാൻ പണിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഒരു ചെറിയ ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള ഡീസൽ വണ്ടി എടുത്തിട്ട് പോവാം. 55 രൂപ വിലയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. വേറെ നിലവിൽ പണിയാനൊന്നുമില്ല. പേപ്പർ ഏതാണ്ട് ലോങ് പീരീഡ് ഉണ്ട്. വില എങ്ങനെയാണ്? 55 രൂപ വിലയുള്ള ഡീസലാണ്. 2009 ആണ്. 30 വരെ പേപ്പർ, 29 വരെ പേപ്പറുണ്ട്. എല്ലാം ക്ലിയർ ആണ്. ശരി, ഓക്കെ ചേട്ടാ. അടുത്ത് ഇൻഡിക്ക വിസ്റ്റ കോട്രാജെറ്റ് വിസ്റ്റ 2012 1.5 മറ്റോ കിലോമീറ്റർ ഓടി. 1.5. ഓക്കെ, ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡ്, ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല വണ്ടി. പുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പുള്ളിങ്ങും. ക്ലച്ച് ഒരു സ്വപ്പം കുറവുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വേറെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. AC പവർ സ്റ്റിയറിംഗ് വണ്ടി, ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. കോട്രാജെറ്റ് ഇൻഡിക്ക വിസ്റ്റ നല്ല വണ്ടി, നല്ല വണ്ടി. 85 രൂപ. 2012 ഡീസൽ വണ്ടിയാണ്. കോട്രാജെറ്റ് ആണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. 85 രൂപ. ശരി. നെക്സ്റ്റ് 2020 പകുതിയിലുള്ള വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2020 50,000 കിലോമീറ്റർ. RXT വേരിയന്റ് അല്ലേ? RXT വേരിയന്റ്, ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ആണ്. എഞ്ചിനാണ് വരുന്നത്. ടയർ കണ്ടീഷൻ ഒരു 60%. പുതിയ വണ്ടിയാണൊക്കെ ഇരിക്കുന്ന വണ്ടി. വേറെ ഒന്നുമില്ല. ഇതെല്ലാം നോക്കാനോ പറയാനോ ഒന്നുമില്ല. ഈ തവണ ഈ കംപ്ലൈന്റുകളൊന്നും ചൂണ്ടിക്കാണിക്കാത്തത് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അതുപോലെ പെയിന്റിംഗ് ഒക്കെ അത്യാവശ്യം ചെയ്യാനുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്, പണികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഓരോന്ന് എടുത്തു പറയാത്ത. ഇതൊക്കെ ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി പോലത്തെ വണ്ടികൾ 320 കൊടുക്കാം. 320 പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഫസ്റ്റ് ഓണർ ആണ്. പിന്നെ ഒന്നുമില്ല. നല്ല വണ്ടി, ഈ കൂടുതലും നല്ല വണ്ടി കേട്ടോ. ഇത് മൈലേജ് എന്തായാലും ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടുമല്ലോ കേട്ടോ. 18 റേഞ്ച് മൈലേജ് കിട്ടുമല്ലോ. കിട്ടും. ഇത് സെക്കൻഡ് ഓണർ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. ചില സമയത്തൊക്കെ ഓണർഷിപ്പ് പറയുന്നതിലും കിലോമീറ്ററിലൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അത് അറിഞ്ഞുകൊണ്ടൊന്നും പറയുന്നതല്ല. വേണമെങ്കിൽ പ്രായത്തിന്റെ ഒന്നുമല്ല അത്. പിന്നെ അങ്ങനെ കൂടുതൽ വണ്ടികളാകുമ്പോൾ അത് വരാറുണ്ട്. പെട്ടെന്നൊക്കെ എല്ലാത്തിൻ്റെയും ബുക്കുകളൊന്നും കിട്ടിയിട്ടില്ല. ഷോറൂമിൽ നിന്ന് പെട്ടെന്ന് വരുന്നതുകൊണ്ട് അവർ റൂട്ട് ചെയ്തിട്ട് തരാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ അല്ലാതെയും വരാറുണ്ട്. 320 ലോൺ അത്യാവശ്യം എത്ര കിട്ടും? ലോണ് ഏതാണ്ട് അത് അത്രയൊക്കെ ലോൺ കിട്ടും. വേണ്ട ചേട്ടാ. അടുത്ത വണ്ടി ഇയോൺ 2018 18 ഇയോൺ. 18 ഇയോൺ. 1 കിലോമീറ്റർ ഓടി. ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ടയർ എല്ലാം നല്ല ടയർ. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം. ഈ വിലയെക്കാട്ടി CC കിട്ടുന്ന വണ്ടികളാണ് ഇപ്പം കാണിച്ചിട്ടുള്ള മുഴുവൻ വണ്ടികൾ. ഓക്കെ, 2018 വിലയെക്കാട്ടി CC കിട്ടുന്ന വണ്ടികളാണ്. 18 വണ്ടി, സെക്കൻഡ് ഓണർ. പവർ AC പോസ്റ്ററിംഗ്, സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ ഓടി. എങ്ങനെയാ വില? 190 കൊടുക്കാം.
18 വണ്ടി 1,90,000 രൂപ. 2018 1,90,000. എല്ലായിടത്തും 2.5, 2.60, 2.70 ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് 1,90,000 കൊടുക്കാം. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മുഴുവൻ പൈസയ്ക്കും അധികവും ലോൺ കിട്ടും. 50 രൂപയ്ക്ക് അധികവും ലോൺ കിട്ടും. അത് കാണിച്ച എല്ലാ വണ്ടികളും അങ്ങനെയാണ്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ നന്ദകുമാരെ 2014 ഡിസയർ 2014 VDI സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ ഓടി നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ. ഇത് വന്നവരടുത്തെല്ലാം കൊടുത്തുപോയെന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. പക്ഷേ CC ശരിയാവാത്തതുകൊണ്ട് ഇത് കിടപ്പായി. ഇതിനു വേണ്ടി 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൊടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ശരിയായില്ല. ഫിനാൻസ് ശരിയായില്ല. ഓക്കെ. സീറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 4 AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചേട്ടാ 3,45 രൂപയ്ക്ക് കൊടുക്കാം. ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ 1,00,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി വണ്ടി എക്സ്ട്രാ ഗ്യാരണ്ടിയിൽ കൊടുക്കും കേട്ടാ. 3,45 രൂപ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഇയോണ് 2011-12 വണ്ടി. 12 ഫെബ്രുവരിയിൽ റീടെസ്റ്റ് വരും. പെയിന്റ് ഒന്നും ചെയ്യാനില്ല. പുതിയ സീറ്റ് കവർ ഒക്കെയുണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ് കിലോമീറ്റർ 1.5 ഓടിയിട്ട് എഞ്ചിന്റെ പിന്നെ കണക്റ്റഡ് ബെറകി മറ്റു കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം നല്ല ഹൈ ക്വാളിറ്റിയിലും. വില എങ്ങനെ വരുന്നത്? അപ്പോൾ 1,10 1,10,000 രൂപയ്ക്ക് കൊടുക്കുക. അത്യാവശ്യം നല്ല വണ്ടി, കൊച്ചു ഫാമിലിക്കൊക്കെ എടുത്തുകൊണ്ട് പോവാം. ശരി. ഏത് വണ്ടികളെടുത്താലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ പണികൾ ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ചെറിയ പണികളുണ്ടാവും. ഇപ്പം കിടക്കുന്ന നമ്മൾ ആദ്യം കാണിച്ച കുറേ വണ്ടികളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് കിഡ് മാനുവൽ വണ്ടി 2016 33,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇത് 800 cc ആണ്? 800 cc നല്ല വണ്ടി. ഓക്കെ. ഇപ്പം കിടക്കുന്ന വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി, നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ? റീപ്ലേസ് ഒന്നുമില്ല. RX ആണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ, 2 AC പവർ സ്റ്റിയറിംഗ് മാനുവൽ വണ്ടി 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ചേട്ടാ? ഇല്ല ഒന്നുമില്ല. 2,15 ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. 2,15. ഓക്കെ. വെറും 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഫിനാൻസ് കിട്ടും. 2,15 അതിന്റെ ഫൈനൽ വിലയാണ് കേട്ടോ. ഈ പറയുന്ന വിലകൾ ഫൈനൽ വിലകളാണ്. ബാർഗെയിനിങ് ഉണ്ടാകത്തില്ല കേട്ടോ. എല്ലാം നല്ല വണ്ടികളാണ്. നെക്സ്റ്റ് സ്കോർപിയോ 2008 എംഹോക്ക് വണ്ടി. ആണോ? എംഹോക്ക് 1,30 ഓടിയിട്ടുണ്ട്. 3rd ഓണർ. നല്ല ഓടിക്കാൻ സുഖവും മറ്റു കാര്യങ്ങൾ സസ്പെൻഷനൊക്കെ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്ത് എഞ്ചിൻ, നല്ല വണ്ടി. വണ്ടി കണ്ടീഷൻ നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല വണ്ടി. 2,65 കൊടുക്കാം കേട്ടോ. 2,65 അതെ. 2,65 കൊടുക്കാം എംഹോക്ക് വണ്ടി. ഓക്കെ. നെക്സ്റ്റ് ഒമിനി 2016-17 ഒമിനി 54,000 കിലോമീറ്റർ. 17 രജിസ്ട്രേഷൻ 16 മോഡല്. 54,000 കിലോമീറ്റർ. 3rd ഓണർ. പെട്രോൾ ആണ് കേട്ടോ. ഓക്കെ. 1,90,000 രൂപയ്ക്ക് കൊടുക്കും. 1,90,000. നല്ലൊരു വീഡിയോയിൽ 2.25 കിടക്കുന്നതാണ്. മുഴുവൻ പൈസ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഒമിനി നമ്മുടെ 1,90,000 രൂപയ്ക്ക് കൊടുക്കും. എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. വില ഏറ്റവും കുറവാണ്. ഈ പറയുന്ന വണ്ടികളെല്ലാം ഓഫർ പ്രൈസ് ആണ്. ഒരു വണ്ടിയല്ല, മുഴുവൻ വണ്ടികളും വില കുറവാണ് കേട്ടോ. ഓക്കെ ചേട്ടാ. നെക്സ്റ്റ് ഫോർഡ് ഫിഗോ 2016 ഫോർഡ് ഫിഗോ 2016 വെറും 50,000 കിലോമീറ്റർ ഓടിയ ഡീസൽ അല്ലേ ചേട്ടാ? പെട്രോൾ വണ്ടി. പെട്രോൾ ആണല്ലേ. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 3rd. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഓണർഷിപ്പ് വെറുതെ മാറിയതാണ്. പിന്നെ 4 പുത്തൻ ടയർ. ഷോറൂമിൽ പുതിയ വണ്ടി കിടക്കുന്ന എങ്ങനെയിരിക്കും അതേ കണക്കിരിക്കും. 2.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വില ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ ലാഘവത്തോടു കൂടി എടുത്തിട്ട് പോയി ഓടിക്കാൻ പറ്റിയ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. ക്വാളിറ്റി ആയിരിക്കും, ഗ്യാരണ്ടി ആയിരിക്കും. നമ്മുടെ ലോൺ പ്രൈസ് എത്ര പറഞ്ഞത്? 2.25 രൂപ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത് പുതിയ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. പിന്നെ മുഴുവൻ പൈസ ലോൺ കിട്ടും. നെക്സ്റ്റ് ലോഡ്ജി. നമ്മുടെ മുംബൈ ലോഡ്ജി ഒരെണ്ണം പോയില്ല ചേട്ടാ? ഒരു ലോഡ്ജ് പോയി നന്ദോമാരെ. ഇത് ഒരെണ്ണം കിടപ്പുണ്ട്. 2-3 വീഡിയോയിലുണ്ടായിരുന്നു. അതെ. അതിന് എടുത്ത കുഴപ്പമോ ഈ വാങ്ങാൻ വരുന്നവരെ കുഴപ്പമൊന്നും അറിയില്ല. ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. 2016 വണ്ടിയാണ്. 3rd ഓണറും 1,30 കിലോമീറ്ററുമായി. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്ക് നമുക്കൊരു 3 രൂപ ഇനി ഇത്തിരിയൊക്കെ കുറഞ്ഞാലും കൊടുക്കാൻ പറ്റും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലോൺ 2.5 കിട്ടും.
കിട്ടും. അത്യാവശ്യം നല്ല വണ്ടി. 2-3 വീഡിയോയിലുണ്ട്, പോകുന്നില്ല. മറ്റേത് കൊടുത്തായിരുന്നു. ഇത് അത്യാവശ്യം നല്ല വണ്ടി.